ഹലോ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ ചെയ്യുന്നത്. ഒരു കല്യാണത്തിന് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് വിചാരിച്ചു റെഡി ആയി കളയാന്ന്. അപ്പോൾ ഞാൻ മുടിയൊക്കെ ആദ്യം തന്നെ ഒന്ന് പഫ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ മുഖത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സോഫ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ ക്രീം എടുത്തിരിക്കുന്നത്. അത് എടുത്തിട്ട് ഞാൻ മുഖത്ത് ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലെൻഡർ വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പരത്തി കൊടുക്കുന്നത്, കൈ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തത് ഒരു പ്രൈമറാണ് കേട്ടോ. അതും ചെറിയ രീതിയിലൊന്ന് എടുത്തിട്ട് മുഖത്തിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് കൈ വെച്ച് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതും ചെറിയ രീതിയിലാട്ടോ ഞാൻ മുഖത്തിട്ട് കൊടുക്കുന്നത്. എനിക്ക് ഒരുപാടൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെറിയ രീതിയിലുള്ളൊരു മേക്കപ്പ് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അതൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ എടുത്ത് അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഐ ഷാഡോ എടുത്തിട്ട് അതിന്ന് ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡിലുള്ള ഗിൽറ്റർ ടൈപ്പ് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണിൻ്റെ മുകളിൽ. പിന്നെ ഞാനൊരു ബ്രൗൺ കളർ ഷെയ്ഡിലുള്ള ഒരു ഐബ്രോസ് എടുത്തിട്ട് അതൊന്ന് ലൈൻ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണെഴുതുക. അത് വാലിട്ട് കണ്ണെഴുതുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറെ എന്ത് ഒഴിവാക്കിയാലും സാധാരണയായിട്ട് ഞാൻ കണ്ണെഴുതൽ അങ്ങനെ ഒഴിവാക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് നല്ല വൃത്തിക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ ഉൾഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കണ്ണെഴുതിയതിൻ്റെ ശേഷം ഞാൻ ഒരു ലിപ് ബാം ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ലിപ്സ്റ്റിക് അങ്ങനെ ഇടാറില്ല, എപ്പോഴും ലിപ് ബാം തന്നെ അധികം ഇടാറ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മസ്കാര വെച്ചിട്ട് കൺപീലി ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരുക്കം മൊത്തമുള്ളത്. പിന്നെ ഒരു വള ഇട്ട് കൊടുത്തു, ഒരു റിങ് ഇട്ടെടുത്തു. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ചേരുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.